തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 20 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി ധന്യ മോഹൻ കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പ്രതി കീഴടങ്ങിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, തുടർന്നുള്ള നടപടികൾ എന്തെല്ലാമായിരിക്കും? ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ധന്യയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് പോലീസിന്റെ? ആതിര 6 മണിയോടുകൂടെയാണ് പ്രതി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. അതിനുശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കി. തുടർന്ന് തിരികെ കൊല്ലത്തെ തന്നെയുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം തൃശൂരിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം പ്രതിയുമായി പോയ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് കണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം തൃശൂരിൽ വലപ്പാട് പോലീസാണ് ഇത് സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 23-ാം തീയതി 80 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന ഒരു കേസായിരുന്നു. 23-ാം തീയതി ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇവരുടെ സ്വദേശമായ കൊല്ലത്തേക്ക് തൃശൂരിൽ നിന്നും വലപ്പാട് പോലീസിന്റെ 3 അംഗ സംഘം എത്തിയിരുന്നു. അവർ വിശദമായ പരിശോധന പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് നാടകീയമായി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി കയറി വരികയും കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത്. വളരെ വേഗം തന്നെ കൊല്ലത്തെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. കാരണം കൊല്ലം ജില്ലയിൽ ഇവർക്കെതിരെ മറ്റ് കേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് അവരെ തൃശൂരിലേക്ക്, അതായത് വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നതാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഈ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് ശേഷം വരുന്ന സമയത്ത് പ്രതികരണം ചോദിക്കുമ്പോൾ തന്റെ ബാഗിൽ, അതായത് ഒരു ബാക്ക് പാക്ക് ഉണ്ടായിരുന്നു, ആ ബാഗ് നിറയെ കാശാണ്, ആവശ്യമുള്ളവർ ഇതിൽ നിന്നും എടുത്തുകൊള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു. തിരികെ ഇറങ്ങുന്ന സമയത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: 5 സെന്റ് സ്ഥലം ഞാൻ ചന്ദ്രനിൽ കൂടി വാങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രതികരണമാണ് പ്രതി നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ധന്യയെ തുടർ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. കാര്യം ആദ്യം 80 ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് 20 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു. 18 വർഷമായി അവിടുത്തെ ഒരു ജീവനക്കാരിയാണ്. അപ്പോൾ എത്തരത്തിലായിരുന്നു തട്ടിപ്പ് നടത്തിയത്, ഇവിടെ സ്ഥലങ്ങൾ വാങ്ങിയോ, എന്താണ് അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ അവരുടെ കുടുംബം താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ അവിടേക്ക് പോയി അന്വേഷിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സമ്പത്തൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവരുടെ ബന്ധുക്കളായിക്കോട്ടെ ചെറിയ ഒരു സാധാരണ രീതിയിലായിരുന്നു. പക്ഷേ ഒരു നല്ല വീടുണ്ട്, അവിടെയാണ് അവരെല്ലാവരും കൂടെ താമസിച്ചിരുന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ഈ തട്ടിപ്പിലേക്ക് നയിച്ചത്, എങ്ങനെയായിരുന്നു നടത്തിയിരുന്നത്, എന്തിനു വേണ്ടിയാണ് നടത്തിയത്, എത്ര രൂപ തട്ടിയെടുത്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി അറിയണമെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ അതിനുള്ള മറുപടി പ്രതി തന്നെ നൽകണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തട്ടിപ്പ് നടത്തിയതിന്റെ യാതൊരു കൂസലുമില്ലാതെയാണ് ധന്യ ഇപ്പോൾ പോലീസിനോടൊപ്പം തൃശൂരിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുന്നത്.